നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ഒരു സമയമാണ് പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ആകാംക്ഷയും എല്ലാം ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എന്തൊക്കെ കെയർ കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുന്ന ആൾക്കാർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ആൾക്കാർക്കും ഫസ്റ്റ് ടൈം പ്രൈമറി കേസുകളിൽ വരുന്നത് വോമിറ്റിംഗ് ടെൻഡൻസിയാണ് വരുന്നത്. വോമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോൾ ചില സ്മെല്ലുകൾ വരുമ്പോൾ, അടുക്കളയിൽ പാചകം ചെയ്യുന്ന സ്മെല്ല് വരുമ്പോൾ ഛർദ്ദിക്കാൻ വരും, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, ആ സമയത്ത് നമ്മൾ കെയർ കൊടുത്തില്ലെങ്കിൽ ഹോർമോണും ചേഞ്ച് മൂലം നമുക്ക് മോണയിൽ നീർക്കെട്ട് വരാനും ബ്ലീഡിങ് ഗംസ് ഉണ്ടാകാനും അതോടൊപ്പം തന്നെ തൊടുമ്പൊക്കെ വേദന വരാനുള്ള ചാൻസ് കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ റെഗുലർ ഒരു ചെക്കപ്പ് നടത്തണം. പക്ഷേ വോമിറ്റിംഗ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഉള്ള പേസ്റ്റ് യൂസ് ചെയ്യുക. കുറച്ച് യൂസ് ചെയ്താൽ മതി. ഏറ്റവും സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യുക, ഏറ്റവും ചെറിയ ഹെഡുള്ള ബ്രഷ് യൂസ് ചെയ്യുക. ഈ 3 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ചെയ്യും. ഒരു പാട്ട് കേട്ടോണ്ട് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും പാട്ട് കേട്ടോണ്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് അതിൻ്റെ വ്യത്യാസം വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഒത്തിരി വോമിറ്റിംഗ് രാവിലെ വരുവാണെങ്കിൽ നമുക്ക് ഒന്ന് വാ നന്നായിട്ട് കഴുകി, അതും തണുത്ത വെള്ളത്തിൽ വായിന്ന് കഴുകിയിട്ട് ബ്രഷ് ചെയ്യുവാണെങ്കിൽ ആ വോമിറ്റിംഗ് ടെൻഡൻസി ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് നല്ല ഫ്ലേവേർഡ് ആയിട്ട് മിൻറ്റ് ഫ്ലേവർ അല്ലെങ്കിൽ അതേപോലെയുള്ള ഫ്ലേവേർഡ് മൗത്ത് വാഷസ് കിട്ടും. മൗത്ത് വാഷ് ഒന്ന് വെച്ച് നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുവാണെങ്കിലും കുറേ വ്യത്യാസം വരും. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കുറേ വ്യത്യാസം വരും. നിർബന്ധമായിട്ടും രാത്രിയിലും ബ്രഷ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.